ഇന്ന് നമ്മുടെ അല്ലുവിൻ്റെ 9th മന്തിലെ വാക്സിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ചേട്ടനെ കണ്ടപ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷമായി. ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങാനിരുന്നതാണ്. പിന്നെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേക്കും എണീറ്റു. പിന്നെ ചേട്ടനെ കണ്ടപ്പോഴേക്കും ചാടി പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ റെഡിയായി വാക്സിനേഷന് വേണ്ടി പോവാണ്. വാക്സിനേഷൻ നമ്മളിന്ന് എടുക്കുന്നത് എരുമപ്പെട്ടിയിൽ നിന്നാണ് കേട്ടോ. എരുമപ്പെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ് എടുക്കുന്നത്. അവന് MR വാക്സിനേഷനാണ് 9th മന്തിൻ്റെ. അപ്പോൾ അല്ലുവിൻ്റെ ഇതുവരെയുള്ള വാക്സിനേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 months നമ്മൾ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവന് 3 monthsലെയും വാക്സിനേഷന് നല്ല പെയിൻ ഉണ്ടായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. ആൻഡ് സെക്കൻഡ് ടൈം ചെയ്തത് അവന് ഇൻഫെക്ഷനും ആയി കേട്ടോ. അപ്പോൾ എനിക്ക് അല്ലുവിന് വാക്സിനേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു ട്രോമ പോലെയാണ്. എൻ്റെ കയ്യും കാലൊക്കെ വിറച്ചു തുടങ്ങും. അപ്പോൾ ഞാനീ നിൽക്കുന്നത് എനിക്കൊരു പാനിക് അറ്റാക്കൊക്കെ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര പെയിൻ കേട്ടോ, ചെസ്റ്റിൽ ഭയങ്കര പെയിൻ. അവിടെ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇവൻ്റെ വെയിറ്റും ഹൈറ്റും അതെല്ലാം നോക്കി നമ്മൾ വാക്സിൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അല്ലു നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ ടേൺ എത്താറാകുമ്പോഴേക്കും അവൻ എണീറ്റു. എനിക്കും പേടിയായിരുന്നു കേട്ടോ. ഉറങ്ങി കിടക്കുമ്പോൾ പെട്ടെന്ന് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ കുട്ടി പേടിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റോട്ടെ തന്നെയായിരുന്നു കേട്ടോ എനിക്കും. പിന്നെ അവൻ വല്ല എണീറ്റു. വാക്സിൻ ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ അമ്മയുടെ മടിയിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ വാക്സിൻ ചെയ്യാൻ. എനിക്ക് ചേട്ടൻ്റെ മടിയിൽ ഇരുത്തിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ സമ്മതിക്കില്ല. ഞാൻ ഭയങ്കര കരച്ചിലായി. വാക്സിൻ ചെയ്യണതിന് മുന്നേ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പാനിക് അറ്റാക്കിന് ഞാൻ തോന്നുന്നു, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഭയങ്കര ഒരു ഹെവിനെസ്സും ആകെ സങ്കടം വരും. ഞാൻ ഭയങ്കര കരച്ചിലും. സിസ്റ്റേഴ്സ് നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് മാത്രം എന്താ പറയുക സമാധാനമായിട്ട് ചെയ്യാൻ പറ്റി. ആൻഡ് അവൻ ആ ചെയ്യുന്നതിൻ്റെ ഇഫക്റ്റിൽ അവൻ നല്ലോണം കരഞ്ഞു. പക്ഷേ ഇപ്പോൾ അവൻ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇന്ന് അങ്ങനെ കുഴപ്പമില്ലാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ വീട്ടിലെത്തി ഞങ്ങൾ വേഗം ലഞ്ചൊക്കെ കഴിച്ചു. ആൻഡ് ഞങ്ങളിതാ ചേട്ടൻ്റെ അവിടോട്ട് പോകാൻ കേട്ടോ. പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 3:30 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഒരു അമ്മമ്മയുടെ രോദനം കേൾക്കണേ. അങ്ങനെ അല്ലു അമ്മമ്മോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ കേട്ടോ. പിന്നെ പോരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ ഫുൾ മയിലുകളാണ്. അല്ലുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പീക്കോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ എനിക്ക് വരുമ്പോഴും കാണും. അപ്പോൾ അവൻ എന്താ പീക്കോക്കിനെ കണ്ടപ്പോൾ എത്തി വലിഞ്ഞ് നോക്കുകയാണേ, ചാടിയൊക്കെ പോകുന്നുണ്ട് അപ്പൻ്റെ അടുത്തേക്ക്. അങ്ങനെ പീക്കോക്കിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം അവൻ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞു നിന്ന് പോരുന്ന വഴിക്ക് കിരേട്ടനോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിതാ വരികയാണ്. പോരുന്ന വഴിക്ക് പിന്നെ അല്ലോ അത്യാവശ്യം നേരം കാറിലിരുന്ന് ആഘോഷിച്ചു. പിന്നെ ക്ഷീണമായിട്ട് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വാക്സിൻ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ അത്രയൊന്നും പെയിൻ ഉണ്ടാവില്ല എന്നപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ. ആൻഡ് ദാ ഞങ്ങൾ വരുന്ന IASലെ കുറച്ച് കുട്ടികൾ ഞങ്ങൾക്ക് ചാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ചേട്ടനൊരു ഷോപ്പ് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ ഒന്ന് ഇറങ്ങി നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ അല്ലോ ഇതാ അച്ഛമ്മയുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.